നമസ്കാരം, സുനിത കുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ചെറിയൊരു വീഡിയോ ആണ്. നല്ലൊരു അടിപൊളി ചായ എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ചായയാണ് കേട്ടോ, മലായി ചായ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കോട്ടെ. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ ദയവായി അത് അറിയിക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പം നമുക്ക് ചായ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. ഇനിയും ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയോ അതല്ലെങ്കിൽ ഷുഗർ ക്യൂബ്സ് നമുക്ക് ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചായക്ക് കുറച്ച് മധുരം നല്ല രീതിയിൽ വേണം കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളിത് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇതിലിപ്പോൾ ഞാൻ ഒരു 4 ക്യൂബ്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ കടുപ്പത്തിന് ആവശ്യത്തിനുള്ള തേയില ചേർത്ത് കൊടുക്കാം. ഇത് ലെമൺ ഗ്രാസ്, ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്, ഇതാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഒഴിവാക്കരുത്. ഇത് ചേർത്തെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ രുചിയും മണവും കിട്ടണമെങ്കിൽ ഇത് നമ്മൾ ചേർത്തേ പറ്റൂ കേട്ടോ. ഇത് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ആ കുരു മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഈ ലെമൺ ഗ്രാസിൻ്റെയും ഏലക്കായുടെ ഒക്കെ ആ ഒരു സ്മെല്ലൊക്കെ നല്ലതുപോലെ ഇതിലേക്ക് ആയി വരണം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളമാണ് കേട്ടോ. നമുക്കിതിൻ്റെ അളവ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് മലായി എന്ന് പറയുമ്പോൾ നമ്മുടെ പാലിൻ്റെ പാട. ഞാൻ ഫ്രഷ് ആയിട്ടുള്ളത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കാണിച്ചത് അത്രയും ചേർത്തിട്ടില്ല. അത് നമുക്ക് ആരോഗ്യപരമായിട്ട് അത്ര നല്ലൊരു സംഭവമല്ലല്ലോ പാട എന്ന് പറയുന്നത്. അപ്പം അത് കുറച്ചേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തു. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇനി ഒന്നങ്ങ് അടച്ചു വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെക്കണം. നല്ലതുപോലെ തിളച്ച് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായി നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് വറ്റി വരണം. ഇനി നമുക്ക് തുറന്നിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിങ്ങനെ തുറന്ന് വെച്ച് ഇതുപോലെ നമ്മൾ ഇളക്കി ഇങ്ങനെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ കിച്ചണിലൊക്കെ സൂപ്പർ സ്മെല്ലാണ് ഇതിന്. അപ്പം അതുകൊണ്ട് തന്നെ കുറേ സമയം ഒന്ന് കിടന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നലെ 1K ആയിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കത് നേടാൻ കഴിഞ്ഞത്. അപ്പോൾ അത് ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ തിളച്ച് തൂകുകയില്ല, അതിൻ്റെ സ്മെല്ലൊക്കെ എല്ലായിടത്തോട്ടും ആയിക്കോളും. അപ്പോൾ വീണ്ടും